ശ്രീ രാധാകൃഷ്ണ മേനോൻ, ഇതിനൊരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ടായിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന് മാത്രമല്ല, ഒരു സാമ്പത്തികമായിട്ടുള്ള അജണ്ടയും വലിയ ആക്ഷേപങ്ങൾക്ക് ഇടയാക്കിയതാണ്. അതായത് സ്പോൺസർമാരെ കണ്ടെത്തുക, അവരിൽ നിന്ന് കാശ് വാങ്ങുക. അതിനിപ്പോൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ പാർട്ടി ഫണ്ടിലേക്ക് മാറ്റാനാണ്, വക മാറ്റാനാണ് ഇങ്ങനൊരു സംഗമം നടത്തിയത് എന്നതുൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു മൈലേജ് ഇപ്പോൾ ഹിന്ദു വോട്ടുകൾ ആണ് ലക്ഷ്യപ്പെടുന്നത്. അപ്പോൾ BJPക്ക് പോകുന്ന ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാൻ ഇതുവഴി സാധിക്കും എന്നൊക്കെയുള്ള വലിയ സ്വപ്നങ്ങൾ, വലിയ മനക്കോട്ടകളാണ് കിട്ടിയിരിക്കുന്നത്. എന്തെങ്കിലും നടക്കുമോ ശ്രീ രാധാകൃഷ്ണ മേനോൻ? സ്വാമി ശരണം. ഈ പന്തളത്തിൻ്റെ മണ്ണിൽ അയ്യപ്പൻ്റെ ചെറുപ്പകാലം ചിലവഴിച്ച ആ പാദസ്പർശം കൊണ്ട് പുണ്യഭൂമിയായി മാറിയ ഈ മണ്ണിൽ നാളെ ഒരു മഹാസമ്മേളനം നടക്കാൻ പോവുകയാണ്. അതിൻ്റെ പശ്ചാത്തലം ഇന്നലെ നടന്ന സമ്മേളനത്തിന് ബദലല്ല. പക്ഷേ ഇന്നലെ നടന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ലക്ഷ്യമിട്ട, പ്രിയപ്പെട്ട നമ്പ്യാർ ചോദിച്ച ആ രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ വസ്തുതയെ ഒരു പരിധിവരെ തുറന്നു കാട്ടാനും ഉപകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം രാഷ്ട്രീയമായി തട്ടിപ്പ് CPM ഇന്നും ഇന്നലെയും, കമ്മ്യൂണിസ്റ്റുകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട് ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശബരിമല തീവച്ച് നശിപ്പിച്ച സംഭവത്തിന് ശേഷം ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതിൻ്റെ പേരിൽ കേരളത്തിലുടനീളം ഹൈന്ദവ വോട്ട് നേടി അധികാരത്തിൽ വന്ന പാരമ്പര്യമുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ റിപ്പോർട്ടിൻ്റെ ഗതി ഇപ്പോഴും അറിയാം, എന്താണെന്ന് നമുക്കറിയാം. അവരെടുത്ത നടപടി എന്താണെന്നറിയാം. ഏതാണ്ട് സമാനമായി തുടർച്ചയായി വിശ്വാസികളെ പറ്റിക്കാൻ പലതരത്തിലുള്ള വേഷം കെട്ടാൻ മടിയില്ലാത്തവരാണവർ. വീണ്ടും സുപ്രീം കോടതി വിധിയുടെ പേര് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തെ തകർക്കാൻ പരസ്യമായി ഇറങ്ങിയവർ അന്ന് ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും ഒക്കെ ചാക്കിൽ കെട്ടിയും രഹന ഫാത്തിമയെ അടക്കമുള്ളവരെ പോലീസിൻ്റെ പ്രൊട്ടക്ഷനിലും ശബരിമല സന്നിധാനത്തിലെത്തിച്ചിട്ട് പുച്ഛത്തോടെ വിശ്വാസികളെ നോക്കി മന്ദഹസിച്ച പിണറായി, അതേ പിണറായി ഇന്നൊരു സമ്മേളനം നടത്തുമ്പോൾ ആ സമ്മേളനത്തിൻ്റെ പിന്നിലെ അജണ്ട എന്താണെന്ന് ഈശ്വരവിശ്വാസികളെ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും മനസ്സിലാവും. അപ്പം ആ തട്ടിപ്പ് ഇന്ന് അക്ഷരാർത്ഥത്തിൽ വിശ്വാസികൾ തിരിച്ചറിയുന്നു എന്ന് മാത്രമല്ല, ആ വിശ്വാസത്തിന് ഇന്ന് പുതിയ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു വിശ്വാസത്തെ തന്നെ ശബരിമലയിൽ നിന്നും എങ്ങനെ പുറത്താക്കാമെന്ന് ആലോചിക്കുന്ന അജണ്ടയാണ് പിണറായിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത്. കാരണം അദ്ദേഹം പറയുന്നത് ഇത് മതാതീത സംഭവമാണ്. ശബരിമലയിലെ മതത്തിനതീതമായ വിശ്വാസികൾ, ഈശ്വരവിശ്വാസികളെ, ഹിന്ദു വിശ്വാസികളെ ശബരിമലയിൽ നിന്ന് എങ്ങനെ അകറ്റാമെന്ന് ആസൂത്രിതമായി ചിന്തിക്കുന്ന പിണറായിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അജണ്ടയാണ് അതിന് പിന്നിൽ. അവർ സൂചിപ്പിച്ചത് മതാതീത ആത്മീയത. മതാതീത ആത്മീയത എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാ? ഹരിയും ഹരനും ഒരുമിച്ചപ്പോഴുണ്ടായ അയ്യപ്പൻ, ഹരിഹരപുത്രനായ അയ്യപ്പൻ. ഹിന്ദു വിശ്വാസികൾ സൃഷ്ടിയുടെയും സംഹാരത്തിൻ്റെയും മൂർത്തിയായി കാണുന്ന ഹരിയുടെയും ഹരൻ്റെയും പുത്രനെ മതാതീത ആത്മീയതയുടെ, ഹിന്ദുത്വത്തിന് അതീതമായ ആത്മീയതയുടെ പ്രതീകമാണ് എന്ന് സ്ഥാപിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ നടത്തുന്ന ശ്രമം, അത് ഈ സമ്മേളനത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അജണ്ടയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ തരത്തിൽ ആത്മീയതയെ തകർക്കാൻ, വിശ്വാസത്തെ തകർക്കാൻ, ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് കൃത്യമായ മറുപടി പറഞ്ഞ പുണ്യഭൂമിയാണ് പന്തളം. ഈ തരത്തിലുള്ള മതാതീത ആത്മീയതയൊക്കെ പറയുന്ന ആഗോള ചിന്തയുമായി ഈ സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി
കമ്മ്യൂണിസ്റ്റ് പോലീസും അതേമാതിരിയുള്ള ആളുകളും എല്ലാം ഒരുമിച്ച് പരിശ്രമിച്ച വേളയിൽ ഈ പന്തളത്തിൻ്റെ മണ്ണിൽ അമ്മമാർ കൊളുത്തിവെച്ച ദീപം, അവർ കയ്യിലെടുത്ത അയ്യപ്പസ്വാമിയുടെ ചിത്രം, അതാണ് കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും മണ്ണിലേക്ക് ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ഏകീകൃതത്തിൻ്റെ രൂപമായി പ്രതിഫലിച്ചത്. അവിടെയാണ് ഇന്ന് നാം നിൽക്കുന്നതും വരും ദിവസം ഈ സമ്മേളനം നടക്കാൻ പോകുന്നതും. അതുകൊണ്ട് തന്നെ പിണറായിയുടെ രാഷ്ട്രീയ അജണ്ട, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ അജണ്ട, അത് ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് മാത്രമല്ല, അവരിന്നലെ വരെ പറഞ്ഞ മാർക്സിയൻ പ്രത്യയശാസ്ത്രം, ആ ശാസ്ത്രത്തിന് എന്ത് പറ്റി? അവരുടെ ആശയത്തിന് എന്ത് പറ്റി? ഇപ്പോൾ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞു അദ്ദേഹവും വിശ്വാസിയാണ്. അദ്ദേഹം പിണറായി വിശ്വാസത്തിലേക്ക് വരുന്നു, അല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വാസത്തിലേക്ക് വരുന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിശ്വാസത്തിലേക്ക് വരുന്നു എങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസം ഉണ്ടെന്ന് വിശ്വസിച്ച അവരുടെ പാർട്ടി പ്രവർത്തകർക്ക് എന്ത് പറയാനുണ്ട് എന്നറിയണം. അതല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിന്ദു വിശ്വാസത്തിൽ അല്ലെ അയ്യപ്പ വിശ്വാസിയാണ് എന്ന് പറയുന്നുവെങ്കിൽ, ആ ഹിന്ദുത്വത്തെ അംഗീകരിക്കുന്നുവെങ്കിൽ, നാളെ ശബരിമലയുടെ സന്നിധാനത്ത് ഭജന നടത്താനടക്കം ഇവിടെ നിൽക്കുന്ന സഖാവടക്കം വരാൻ തയ്യാറാണെങ്കിൽ സന്തോഷമുണ്ട്. ആ മാറ്റത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആ മാറ്റം ഈ നാട്ടിലെ സാധാരണക്കാരിൽ ഉണ്ടായിക്കഴിഞ്ഞു. പാർട്ടി നേതാക്കളിൽ വരും ദിവസം ഉണ്ടാവുന്നതിൻ്റെ തുടർച്ചയാണ്. അതിനുള്ള ശ്രമവും ഒരുപക്ഷെ ഉണ്ടെങ്കിൽ അതിൽ തെറ്റില്ല, അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. ആ വിശ്വാസത്തിലേക്ക് വരാം. പക്ഷേ ആളുകളെ അതിൻ്റെ പേരിൽ പറ്റിക്കാൻ ശ്രമിച്ചാൽ, ആ പറ്റിക്കൽ ഒരു ഭാഗത്ത് നമുക്കറിയാം, റിയാസിനെ കാണിച്ച് മുസ്ലിങ്ങളെ അവരുടെ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. മറ്റൊരു ഭാഗത്ത് അയ്യപ്പന് പുതിയ പരിവേഷം കൊടുത്തുകൊണ്ട് ഹിന്ദു വോട്ടുകൾ നേടാൻ ശ്രമിക്കുന്നു. ഈ തരത്തിൽ സമാജത്തിൽ വിള്ളലുണ്ടാക്കിക്കൊണ്ട് സമൂഹത്തെ വിഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ശ്രമത്തെ രാഷ്ട്രീയമായി തിരിച്ചറിയുവാനുള്ള ബോധ്യമുള്ള കേരളീയ സമൂഹം അടുത്ത പ്രാവശ്യം കൃത്യമായ മറുപടി കൊടുത്ത് ഈ പിണറായിയുടെ ഭരണത്തെ മാത്രമല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും അവരെ തൂത്തെറിയുമെന്നുള്ള കാര്യം